ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്നത് നമ്മുടെ ഡ്രൈവിങ്ങിനെ കുറിച്ചാണ്. ഞാനിന്ന് പറയാൻ വന്നത് എൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്. ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോയപ്പോൾ ഉണ്ടായ ഒരു ചെറിയ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഇത് തികച്ചും വ്യക്തിപരമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ മറ്റുള്ള പഠനങ്ങളൊക്കെ ചെയ്തു, അതൊക്കെ വളരെ ഡിഫിക്കൽട്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഡ്രൈവിംഗ് ചെയ്യുന്നുണ്ട്, അപ്പോൾ വളരെ ഈസിയാണ് എന്ന് വിചാരിക്കും. പക്ഷേ നമുക്ക് അവിടെ പോയി ഇതൊന്ന് പഠിച്ചു തുടങ്ങുമ്പോൾ ഇത് ഈസിയാണ്, നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന കാര്യം വളരെ ഈസിയാണ്. പക്ഷേ അതിനകത്ത് നമുക്ക് അത്യാവശ്യമായ, എനിക്ക് ഫീൽ ചെയ്ത ചില കാര്യങ്ങളെന്ന് പറയുന്നത്, ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ കയ്യിൽ മാത്രമുള്ള ഒരു കാര്യമല്ല. നമ്മൾ എത്ര തന്നെ എക്സ്പേർട്ട് ഡ്രൈവർ ആയാലും നമ്മുടെ എതിരെ വരുന്ന ഒരാൾ കറക്റ്റായിട്ടല്ല ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ അത് ഏത് സമയവും നമുക്ക് അപകടമുണ്ടാക്കാം, അല്ലേ? അപ്പോൾ ഞാനൊരു പ്രോ ഡ്രൈവറാണ് എന്ന് പറയുന്നതിലും ഈ ഡ്രൈവിങ്ങിൽ ഒരു കാര്യമുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടില്ല. ഓഫ് കോഴ്സ് ഒരു നല്ല ഡ്രൈവിംഗ് അറിയാവുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവറിന് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മളെക്കാൾ കൂടുതൽ. അതായത് നമുക്ക് ജസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ അറിയാം, എനിക്ക് ജസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ അറിയാം, അതുകൊണ്ട് കാര്യമല്ല. പക്ഷേ ഒരു പാനിക് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ സിറ്റുവേഷനെ ഡീൽ ചെയ്യുന്നത്, അത് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവറിന് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ, അല്ലേ? അത് എത്ര പേരുടെ ജീവനാണ് ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് രക്ഷിക്കാൻ കഴിയുക എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ ഡ്രൈവിംഗ് ചെയ്ത് പോകുമ്പോൾ ഇതിൽ ടാലൻറ്റിൻ്റെ കൂടെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് കുറേയൊക്കെ നമുക്ക് ലക്കും ആവശ്യമായ കാര്യമാണ്. ടാലൻറ്റ് 100% ആണെങ്കിൽ 100% നമുക്ക് ഭാഗ്യവും നമ്മൾ തുണയ്ക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു സേഫ് ജേണി പോസിബിൾ ആവുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വ്യക്തിപരമായതാണ് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ. മാത്രമല്ല, ഇപ്പോൾ ഒരു ഡ്രൈവിംഗ് അറിഞ്ഞാൽ മാത്രം പോരാ, അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണമെങ്കിൽ നമുക്ക് കുറേ സമയമെടുക്കും. ജസ്റ്റ് പോയി ഒന്ന് ഡ്രൈവിംഗ് പഠിക്കുക, വണ്ടി ഒന്ന് ഓടിക്കാൻ എടുക്കുക, അതല്ല. കാരണം നമ്മുടെ മാത്രം ജീവനല്ല, നമ്മുടെ എതിരെ വരുന്ന ആൾക്കാരുടെയും ജീവൻ നമ്മുടെ കൈകളിലാണ് എന്നുള്ള ബോധ്യം ഓരോ ഡ്രൈവേഴ്സിനും വേണ്ട ഒരു തിരിച്ചറിവാണ്. കാരണം നമുക്ക് എന്തും തിരിച്ചെടുക്കാൻ പറ്റും, പക്ഷേ ജീവൻ തിരിച്ചെടുക്കാൻ കഴിയില്ല, അല്ലേ? ദൈവം തന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു ടെമ്പിളിലേക്ക് യാത്ര ചെയ്യുന്ന വഴിക്ക് റോഡിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കണ്ടായിരുന്നു, ഒരു ബോർഡ്. അതിലെഴുതിയിരിക്കുന്നു, സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. അതായത് സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്, അല്ലേ? ഏതൊരു മനുഷ്യനും വേഗത കൂടുമ്പോൾ അത് നമുക്ക് ഒരു ത്രില്ലാണ്, ഒരു ഹരമാണ്. എല്ലാവർക്കും അല്ല, അപൂർവം ചിലർക്കെങ്കിലും അതൊരു ഹരമായി തോന്നാറുണ്ട്, ഒരു ത്രില്ലിങ് അനുഭവമായി തോന്നാറുണ്ട്. പക്ഷേ അത് നമ്മുടെ ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. ഇനി നമ്മളെല്ലാ ഡ്രൈവിംഗ് പ്രോട്ടോക്കോൾസും പാലിച്ചാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ പോലും എതിരെ വരുന്ന ഒരാളിൻ്റെ ചെറിയ പാളിച്ച പോലും നമ്മളെ വളരെ ദോഷകരമായി ബാധിക്കാവുന്ന ഒരു സംഭവമാണ് ഡ്രൈവിംഗ്. അപ്പോൾ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് മറ്റുള്ള പഠനങ്ങൾ പോലെ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് ഞാൻ എൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് മനസ്സിലാക്കിയത്. അപ്പോൾ ഇത് പറയാനാണ് ഞാൻ വന്നത്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. See you in the next video.